ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലബ് ഫോർ മല്ലു. അപ്പോൾ നമ്മൾ പാലക്കാട് ലുലുവിലേക്ക് വന്നതാണ്. ഞാനും കൂട്ടുകാരനും കൂടി വന്നായിരുന്നു. അപ്പോൾ ശരിയെന്നാൽ അവിടെ നിന്ന് ഫിഷിൻ്റെയൊക്കെ കുറച്ച് റേറ്റ്സ് അതൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്യാൻ കരുതി വന്നതാണ്. അവിടെ കണ്ടില്ലേ, പിള്ളേർ കുറേ നേരം വായി നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റേറ്റ് വേരിയേഷൻസ് ആണ്. ഇങ്ങനെ ലുലുവിലൊക്കെ പോയിപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫിഷ് റേറ്റൊക്കെ ഇപ്പോൾ നാട്ടിലത്തെ വെച്ച് നമ്മൾ കുറേ എക്സ്പെൻസീവ്. കാരണം എന്താ പറയുക, അവിടെ ഒന്നാമത്തത് അവരുടെ ഓണം തന്നെയാണ്. ഫിഷൊക്കെ അവർ തന്നെ മാനേജ് ചെയ്യുന്നത്, ലുലു തന്നെയാണ്. ഇത് നിങ്ങൾക്ക് റേറ്റൊക്കെ അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ 220, 420 ഇതൊക്കെ ഉണ്ടാവും റേറ്റ്. 560 പിന്നെ കുറേ റേറ്റിൻ്റെ ഞാൻ മാക്സിമം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഫ്രഷാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോൻ്റെയൊക്കെ ഇത് എടുക്കായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒക്കെ സംഭവം എല്ലാം ഫ്രഷ് ഐറ്റംസാണ്. അതായത് അവർ പറയണത് ഒരു 3 or 4 days വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ പറയുക 4 ദിവസം 5 ദിവസത്തിൽ കൂടുതലാകുമ്പോൾ മീൻ പഴകണ പോലെ ഉണ്ടോ വെച്ചാൽ ഒന്ന് കളയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സിസേഴ്സ്, പിന്നെ കുറച്ച് ലൈറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രൈ ഫിഷ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പേര് ഈ ഡ്രൈ ഫിഷൊക്കെ ഇനി ഇത് ഇഷ്ടപ്പെടില്ല. ഡ്രൈ ഫിഷ് മെയിനായിട്ട് ഈ തമിഴ്നാട് ഉള്ളവർക്കാണ് മാക്സിമം ഇത് ഇഷ്ടപ്പെടാറുള്ളത്. സോ അങ്ങനെ ഈ ഡ്രൈ ഫിഷ് ഇത് കണ്ടില്ലേ, മൊത്തം ഡ്രൈ ഫിഷ് നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ക്ലോക്സ് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ക്രാഫ്റ്റ്സ് ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ ഫീച്ചേഴ്സൊക്കെ കണ്ടില്ലേ. ഇത് ഒരു ബോയും ഒരു ഗേളും ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ പിന്നെ ഇത് കണ്ടില്ലേ, സംഭവം ഞാൻ അത് എടുത്തു നോക്കിയിട്ടോ. തലയൊക്കെ ഇത് ചിലയൊക്കെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യില്ലേ, അതുപോലെയൊക്കെയുള്ളതാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ തീംസേ. ഒന്നാമത്തെ അതായത് ഞാൻ കുറേ ലുലുവിലൊക്കെ പോയിട്ട്